ഒരു പഞ്ച്. എത്ര പഞ്ചുണ്ട്? രണ്ടെണ്ണം. പിന്നെ വേറെന്താ ഉണ്ട്? രണ്ടെണ്ണം മതി. ചേട്ടാ മൂത്രപ്പുര എവിടെയാ? ഇതിലേ ഇങ്ങനെ അങ്ങോട്ട് പോകാം. അമ്മ നടന്നോ, ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. ചേട്ടാ മൂത്രപ്പുര എവിടെയാ? ചേട്ടാ അവിടെയല്ലേ മൂത്രപ്പുര? എന്താ പണി? എന്ത് പറയാനാ മോന, പണിയെടുക്കാൻ ഞാനും കിഴങ്ങ് കൊത്താൻ പന്നി, തണ്ട് കൊള്ളാൻ കുരങ്ങും, തണ്ട് തീർക്കാൻ കാട്ടാടും മാനും. അതോടുകൂടെ കർഷകന്റെ കാര്യം സമ്പൂർണ്ണം. അത് ഏതാ കർഷകന്റെ എന്തും നിരാശയും കഷ്ടപ്പെടുക. എന്താ ചെയ്യാൻ കഷ്ടപ്പാട് മാത്രമേ. വളകിട്ട കൈകളുണ്ട്, അളവുള്ള കുപ്പികളുണ്ട്. പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അവര് മനുഷ്യന്മാരല്ല, അവർ പിശാചുക്കളാ. നിങ്ങൾ വാ, നമുക്ക് വീട്ടിൽ പോയിട്ട് കഴുകാം. ഇതെന്റെ തങ്കട. മോനോട് പോയി എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പാ 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 വിശക്കുന്നു. അപ്പാ വിശക്കുന്നു. അപ്പാ വിശക്കുന്നു. അപ്പാ വിശക്കുന്നു. സഹിക്കാൻ വയ്യ. മോന് വസിക്കുന്നുണ്ടോ? അപ്പൊ എന്തെങ്കിലും കൊണ്ടുതരാം. അമ്മ ചീരിപ്പെണ്ണുണ്ടെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. അപ്പൊ എന്താ തരിക കുട്ടിക്ക്? മോനെ ഇവിടെ ഇരുന്നു. വിനോദ് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോ. ഞാൻ കുളിക്കാൻ കയറുകയാണേ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. എന്റെ മോൻ വിശന്നിരിക്കുകയാണ്. എന്റെ മോൻ വിശപ്പിച്ചു. മോന് ഭക്ഷണം കൊടുക്കണം. അവന് വിശന്നിരിക്കുകയാണ്. ഭക്ഷണം ഇങ്ങോട്ട് പോടാ. ഞാൻ കൊടുത്തിട്ട് വരാം. ചോർച്ച നിന്റെ കുടലിലാണെങ്കിലും അഹമാത്രം ഇട്ട് കുറവുമില്ല. നിന്നെ ചത്തുപോയ ഭാര്യ ചേരുവിന് ചത്തതല്ലോ, നിങ്ങൾ കൊന്നതല്ലേ? ഞാൻ തന്നെയാണ് കൊന്നത്. മധുരമുള്ള ചേരു, പക്ഷേ കൊന്നിട്ടാണ് മധുരം നുകരം കഴിഞ്ഞത്. 7 മാസം മോനായിപ്പോയി. അല്ലെങ്കിൽ നീ എന്താണ് ആകെ ഇരുണ്ട് കൂടി കിടക്കുന്നല്ലോ. മഴക്കുള്ള കോളാണാവോ, എന്തോ ഒരു പന്തികേട്. എന്താണാവോ? വിനോദേ, നീ എങ്ങോട്ടാ പോകുന്നേ? മാസം എവിടെയായിരുന്നു ഇത്ര ദിവസം? 2 ദിവസം. നീ എങ്ങോട്ട്? നാണ് ഉപ്പുമാവ് കെട്ടു. അവനെ പിടിച്ചു വെച്ചിരിക്കുക അവിടെ. ഭക്ഷണം കക്കാനോ? അവനുള്ള ഭക്ഷണം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഭക്ഷണം കൊണ്ടിരുന്ന രാമുവിനാണ് ഏൽപ്പിച്ചിരുന്നത്. അതെ, അവൻ അപകടം പറ്റി ഐസിയുല. 2 ദിവസം ബോധമില്ലാതെ കിടക്കുകയാ. മാഷ മൂന്ന് കൂട്ടരും നാണുവിനെ തല്ലിക്കൊല്ലാറാക്കി. ഇത് വേഗം എന്റെ ദൈവമേ.
ഞാൻ ഭക്ഷണം ഒന്നും കൊടുത്തിട്ട് വരാൻ കുട്ടി ചീരുവിനെ കൊണ്ട് അവന് പട്ടിണിയാണ് എന്നെ ഒന്നും ചെയ്യല്ലേ. ചീരുവിനെ കൊന്ന് ഏക ദൃക്സാക്ഷിവനാ ഇവർ തീർത്താണോ? എന്റെ മക്കളെ എന്റെ മോന് ഭക്ഷണം കൊടുക്കട്ടെ, ഭക്ഷണം കൊടുക്കട്ടെ, ഭക്ഷണം കൊടുക്കട്ടെ, ഭക്ഷണം കൊടുക്കട്ടെ. മോനെ നിനക്ക് ഭക്ഷണം തരില്ലല്ലോ മോനെ, മോനെ എന്റെ മോന് ഭക്ഷണം ഒന്ന് കൊടുത്തോട്ടെ, എന്നെ കൊല്ലല്ലേ. എന്റെ മോന് പട്ടിണിയാണ്, 2 മാസമായി കൊല്ലല്ലേ. മോന് പട്ടിണിയാണ്, ഭക്ഷണം കൊടുക്കട്ടെ, എന്നെ എന്നിട്ട് കൊന്നോളി. മോന് ഭക്ഷണം കൊടുക്കട്ടെ, എന്നെ അനുവദിക്കും. മോന് ഭക്ഷണം കൊടുക്കട്ടെ, എന്നെ ചെയ്യല്ലേ, എന്നെ ചെയ്യല്ലേ. മോന് കുറച്ച് ചോറ് കൊണ്ട് കൊടുക്കട്ടെ, എന്നെ തൊള്ളല്ലേ. മോന് ഭക്ഷണം പട്ടിണിയാണ്, മോന് കുറച്ച് കൊടുക്കട്ടെ. എന്റെ പാവം പൊന്നും മോന് വേഗം ഭക്ഷണം കൊടുക്കാൻ. മോനെ നിനക്ക് അച്ഛന് ചെയ്യാൻ പറ്റില്ല, ഇവര് മാഷേ. എന്താ ഈ കാണിക്കുന്നത്? വിശപ്പിന്റെ വില അറിയാത്തവര്. അച്ഛനല്ലേ മുട്ടേക്ക് വിനോദേ, നീയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ നാട് നീതിക്കായി പോരാടും മണ്ണിൽ അടിമകളായി മരിക്കാതെ എന്തിനു നമ്മൾ ഭയക്കണമെല്ല. നീതി നടപ്പാക്കാൻ ഉണ്ടിവിടെ നിയമാജ്ഞ. കരഞ്ഞുറങ്ങും ചെറുബാല്യങ്ങൾ വിശപ്പിനായി കേഴരുതേ. യുവതലമുറകൾ മായാലകരികൾ പലതും നമ്മെ വിഴുങ്ങി. മരിക്കുമ്പോൾ അനാഥമാകരുതേ. നാടിൻ നന്മയിൽ വൻമരമായി തണലുകൾ നൽകാൻ ആരുണ്ടിവിടെ. അവിചാരിതമായ ആൾക്കൂട്ടങ്ങൾ വിചാരണകൾ ചെയ്യുന്നു. പൊലിയും ജീവൻ മറ്റൊരു ഉടലിൽ അടിവേരുകളായി അനാഥരായി. ആരുണ്ടിവിടെ രക്ഷകനായി, ആരുണ്ടിവിടെ രക്ഷകനായി. നീതിക്കായി പോരാടും മണ്ണിൽ അടിമകളായി മരിക്കാതെ എന്തിനു നമ്മൾ ഭയക്കണമെല്ല. നീതി നടപ്പാക്കാൻ